ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കഴിഞ്ഞ ദിവസം കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഒരുപാട് പേര് ഈ വിഷയം ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മന്നൂരിനെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് അവിടെ ഇദ്ദേഹത്തെ കാണാൻ ഏതോ VIP എത്തിയെന്ന് പറഞ്ഞു. അതിനനുഭവിച്ച ആ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കാരണം ഉടനടി, അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പുറപ്പെടുവിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വലിയ പാതകമാണ്. അതായത് 2 VIP കാണാൻ വന്ന് രജിസ്റ്ററിൽ എഴുതിയില്ല എന്നുള്ളതായിരുന്നു പരാതി. വലിയ കുറ്റം തന്നെയാണ്. കാരണം രജിസ്റ്ററിൽ എഴുതാതെ ജയിലിൽ ആരെയും സന്ദർശിക്കാൻ പാടില്ല. ആക്ച്വലി ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ കരുതിയത് അത്രയും അധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ജയിലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്ത, ഈ കാർണവർ കൊലക്കേസിൽ, അതായത് സ്വന്തം അമ്മായിപ്പനെ വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി കൊന്നു. അതായത് തന്റെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഇല്ലാതായി പോകുമെന്ന് കണ്ട് തന്റെ അല്പം വയ്യാത്ത മകന് വേണ്ടി പാവപ്പെട്ട വീട്ടിലൊരു പെങ്കൊച്ചിനെ ആലോചിക്കുന്നു. സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തുന്നു. ഒരു സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഈ പറഞ്ഞ ഷെറിൻ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തി കൊണ്ടുവന്നതിന് ശേഷം തന്റെ മകനെ കൊണ്ട് കെട്ടിക്കുന്നു, അമേരിക്കയിൽ കൊണ്ടുപോകുന്നു, വലിയ ലക്ഷറി ജീവിതം നയിക്കുന്നു. എന്നാൽ ഈ ഷെറിന് ഇതുകൊണ്ടൊന്നും മതിയാവാതെ തന്റെ കുറച്ച് സുഹൃത്തുക്കളുമായി ഈ പറഞ്ഞ കാമക്കളികൾ തന്നെ സ്വന്തം വീട്ടിൽ ആറാടുന്നു. അത് ഈ ഭാസ്കര കാർന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി നൈസായിട്ട് അങ്ങ് കൊന്നു തള്ളി. അതിന്റെ പേരിലാണ് ഈ പറഞ്ഞ ഷെറിൻ ജയിലിൽ പോയത്. ആ ജയിലിൽ പോയ ഷെറിനെ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 14 വർഷത്തിന് ശേഷം ജയിലിൽ നല്ല നടപ്പായതുകൊണ്ട് ഈ പറഞ്ഞോണം വെറുതെ വിടാനുള്ളൊരു തീരുമാനം നമ്മുടെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ജയിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ശുപാർശയാണ് അതിന് കാരണം. സോ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിവാദമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണേണ്ടത് തന്നെയാണ്. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോടെ കാണാൻ ശ്രമിക്കുക. കാർണവർ കൊലക്കേസിലെ കുറ്റവാളി ഷെറിനെ ജയിലിൽ VIP പരിഗണന ലഭിച്ചിരുന്നതായി സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. തൃശൂർ പത്താങ്കല്ല് സ്വദേശിനിയായ സുനിതയാണ് മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തൽ നടത്തിയത്. 10 വർഷം മുമ്പ് വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എത്തിയതായിരുന്നു തൃശൂർ പത്താങ്കല്ല് സ്വദേശിനിയായ സുനിത. തൊട്ടടുത്ത സെല്ലിൽ ഷെറിൻ. 10,000 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, ഫോൺ, കഴിക്കാൻ പുറമേ നിന്ന് കുശാലായ ഭക്ഷണം, ധരിക്കാൻ വെള്ളവസ്ത്രം വീട്ടിൽ നിന്ന്, അങ്ങനെ മറ്റെല്ലാ തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഷെറിന് ജയിലിൽ VIP പരിഗണന കിട്ടിയെന്നാണ് വെളിപ്പെടുത്തൽ. ആലോചിച്ച് സ്വന്തം അമ്മായിപ്പനെ ഇഞ്ചിഞ്ചായി കൊന്ന ഒരു അപരാധിക്ക് ജയിലിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഇത്തരം അപരാധിത്വങ്ങൾ ചെയ്യാൻ ഇനിയും പെണ്ണുങ്ങൾ തയ്യാറാവില്ലേ? നമ്മുടെ നാട്ടിലെ ഈ രീതിയിലുള്ള നിയമപാലകർ തന്നെയാണ് വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം അപരാധികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഉദ്യോഗസ്ഥകളും അവരെ എന്നേക്കുമായി സസ്പെൻഡ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, സുനിത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വെറുതെ ചുമ്മാതെ പൊട്ടത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വിഷയം ഒരുപാട് കാലം മുമ്പ് നടന്നതല്ല, വളരെ റീസെന്റ് നടന്നതായതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് വിലയിരുത്താൻ വേണ്ടി അന്വേഷണ കമ്മീഷനെ നിയമിക്കുമെന്നാണ് മറ്റൊരു ന്യൂസിലൂടെ അറിയാൻ കഴിയുന്നത്. അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ, ചുരുക്കം പറഞ്ഞ ഷെറിൻ പുറത്ത് നിന്നാൽ പോലും ഇത്രയും അധികം സുഖസൗകര്യം കിട്ടത്തില്ല. ഇവിടെ മൊബൈൽ അടക്കം, സ്മാർട്ട് ഫോൺ അടക്കം കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആമസോൺ പ്രൈമിലെ ഹോട്ട്സ്റ്റാറിലെ അക്കൗണ്ട് പോലും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൊടുത്തെന്ന് പോലും സംശയിക്കുന്നുണ്ട്. കിടക്കാൻ ബെഡ്, 10,000 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, പുറത്തുനിന്ന് 3 നേരം അടിപൊളി ലാവിഷായിട്ടുള്ള ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, ഇത്രയും അധികം സുഖസൗകര്യം കൊടുക്കാൻ വേണ്ടി എന്തുമാത്രം പുണ്യകർമ്മമാണ് ഈ സമൂഹത്തിന് വേണ്ടി ഷെറിൻ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു 3 പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു. DG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല, ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതായത് നല്ല രീതിയിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റി മേക്കപ്പ് ഒക്കെ അടിച്ച് സുന്ദരിയായി നല്ല കട്ടിലും ബെഡിലും ഒക്കെ നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുത്ത് ഷെറിനെ ഉറക്കിയതിനു ശേഷം രാത്രി ആവുന്നതോടുകൂടി ഷെറിനെ മെല്ലെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ DIGയുടെ റൂമിലോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ എന്തെങ്കിലും ചർച്ച നടത്താനാണോ, അല്ലെങ്കിൽ
എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ ഷെറിന് കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഷെറിനുമായിട്ട് വല്ല ക്വിസ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ചെസ് കളിയോ അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിയോ അങ്ങനെ എന്തെങ്കിലും നടത്താനാണോ ഈ DIG കൊണ്ടുപോയതെന്ന് ആർക്കും സ്വാഭാവികമായി സംശയിച്ചേക്കാം. മറ്റ് തടവുപുള്ളികളെ കൊണ്ടുപോകാതെ ഷെറിനെ മാത്രം എന്തുകൊണ്ടാണ് 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി DIGയുടെ റൂമിൽ കൊണ്ടുപോകുന്നത്? അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ നമ്മുടെ ചില വിദേശ പെയ്ഡ് സൈറ്റുകളിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ചില ഐറ്റംസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അധികം കലാപരിപാടികൾ അവിടെ നടന്നിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ഇതൊക്കെ കണ്ടിട്ട് പരാതിപ്പെട്ട ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി എടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. കൊള്ളാം, വളരെ നല്ല നിയമപാലകർ തന്നെ, സംശയമില്ല. 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലം മാറ്റുമ്പോൾ DIG പ്രദീപ് സാറിനടക്കം ജയിലിലത്തെ 1-2 സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു. ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല. പകരം ഷെറിനെ അതായത് ഈ സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ DIGയുടെ റൂമിലടക്കം രാത്രി കൊണ്ടുപോകുന്നു, ഇത്രയും അധികം ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് പരാതി കൊടുത്തതിനെ തുടർന്ന് ഏതോ 2 പോലീസുകാരന്മാരെ അവിടുന്ന് സ്ഥലം മാറ്റി. അതായത് ഇവരെ നടത്തിക്കൊണ്ട് പോയ പോലീസുകാരന്മാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഓളെ കൊണ്ടുപോയി റൂമിൽ ഇരുത്തി അവിടെ ഈ ക്യാരം ബോർഡോ ചെസ്സോ കളിച്ച ഈ ഒരു പഹേനെ സ്ഥലം മാറ്റിയിട്ടില്ല. ഒരു വിശിഷ്ട സേവനത്തിനുള്ള മെഡലാണ് കൊടുത്തത്. കാരണം അത്ര നല്ല കാര്യങ്ങളാണ് ആ ഒരു പഹേന ജയിലിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഓരോ നല്ല രീതിയിൽ ആദരവും കൊടുത്ത് ഓളെ റൂമിലോട്ട് നടത്തിക്കൊണ്ട് പോയ 2 പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. ഉദ്യോഗസ്ഥരെല്ലാവരും ആയിട്ടില്ല. DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ട്. എന്ത് രസകരമായ ആചാരങ്ങളല്ലേ, കേട്ടിട്ട് തന്നെ കുളിര് കോരുന്നു. ഇതുപോലെ കൊലപ്പുള്ളികൾ വരുമ്പോൾ അവരുമായി ഈ പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്ന ജയിലിലെ DIGമാരുടെ ആ ഒരു ചേതോപകാരം അതൊരിക്കലും നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഈ 14 വർഷത്തിനിടയ്ക്ക് ഈ ഷെറിൻ വീണ്ടും ഗർഭിണിയായി 2-3 കുട്ടികൾക്ക് ജന്മം നൽകാതിരുന്നത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം അത്തരം വലിയ മുൻകരുതലുകൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്തിരുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ വില കുറച്ച് കണ്ടുകൂടാ. അത് വലിയൊരു കാര്യം തന്നെയാണ്. DIGയുടെ അണ്ടറിൽ ഇപ്പോൾ പ്രദീപ് സാറോടില്ല. ഇപ്പോൾ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഏതോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് എവിടെയോ ജോലി ചെയ്യുന്ന ആള്. കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും. ഇതിപ്പോ അവിടുത്തെ ഈ പ്രദീപ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണോ അതോ അവിടുത്തെ ജയിലിലെ മറ്റു ഉദ്യോഗസ്ഥർ? ഇല്ല, ഈ വനിതാ ജയിലിൽ ഉണ്ട്. ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പൊ DIG പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ. പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീവിന്നോ നസീറ ബീഗം എന്നാണ് സൂപ്രണ്ടിന്റെ പേര്. പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻ കുമാരി, സരസ്വതി, ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത്. ഞാൻ പരാതിപ്പെട്ടിട്ട്. ഇവരൊക്കെ പൈസയാണോ വാങ്ങിയിട്ടുള്ളത്? ആ പൈസ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതായത് ഈ ഷെറിന്റെ നിന്ന് പൈസ മേടിച്ച കുറച്ച് സ്ത്രീ ജീവനക്കാരെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് DIG അതായത് റൂമിൽ കൊണ്ടിരുത്തി 1.5-2 മണിക്കൂർ ക്ലാസ് കൊടുത്ത നമ്മുടെ ഈ DIG എന്ന് പറയുന്ന പ്രദീപ് സാർ എന്ന് പറയുന്നു, ആരോപണമാണെന്ന് നമുക്കറിയില്ല. ഈ ഒരു പ്രദീപ് സാറിന് കൂടുതൽ സ്ഥാനക്കയറ്റം കൊടുത്ത് കൂടുതൽ പരിശീലനങ്ങൾ ഈ പോലീസ് പഹയന്മാർക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഡൽഹിയിലോട്ട് പറഞ്ഞയച്ചു. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ആർക്കും കുളിര് കോരുന്ന കാര്യം തന്നെയാണ്. കാരണം ഒന്നുമില്ലാതെ ഒരിക്കലും ഈ ഒരു സ്ത്രീ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇത് കണ്ടുപിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളുണ്ട്. CCTV വളരെ സജീവമായി എല്ലായിടത്തും ഉണ്ടാവും. DIGയുടെ റൂമിലടക്കം ഉണ്ടാവും. തീർച്ചയായും ഈ ഒരു കേസ് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ രീതിയിൽ ഒരു കൊലപ്പുള്ളിയെ ജയിലിൽ ഈ രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ നാളെ ഗ്രീഷ്മയുടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ പറഞ്ഞ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താവും? ആണുങ്ങളെ സംബന്ധിച്ച് ഇത്ര നേട്ടമൊന്നും ഉണ്ടാവത്തില്ല. കൈക്കൂലിക്ക് വേണ്ടി ആരെങ്കിലും ചെറിയ ഈ പറഞ്ഞ കിളവുകൾ കൊടുക്കുമെന്നുള്ളതല്ലാതെ ആണുങ്ങളെ സംബന്ധിച്ച് ഇത്ര നേട്ടമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ സുന്ദരികളായ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ ജയിലിൽ പോവുകയാണെങ്കിൽ അവസ്ഥ ഇതാണ്. സുന്ദരികളായ പെണ്ണുങ്ങൾ എവിടെ പോയാലും അവസ്ഥ ഇതാണ്. അവർക്ക് എന്തും നേടിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാം. സോളാർ സരിതയുടെ ഇഷ്യൂല് നമുക്കറിയാം. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൽ നമ്മുടെ സ്വപ്നയുടെ അവസ്ഥ നമുക്കറിയാം. പെണ്ണൊരുമ്പെട്ട് കഴിഞ്ഞാൽ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏത് DGPയും DIGയും ഓന്റെയൊക്കെ കൽബ് തുളയ്ക്കുന്ന ഒരു നോട്ടങ്ങളാണ് ഈ പറയപ്പെടുന്ന സ്ത്രീകൾ കൊടുക്കുന്നത്. ആ ഒരു നോട്ടത്തിൽ ഏതൊരു പഹയനും വീണുവോ എന്നുള്ളതാണ് വാസ്തവം. എനിവേ ഇതിൽ മറ്റൊരു വിഷയം കൂടെ ഉള്ളത്, അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ആരോപിച്ചൊരു കാര്യം, ഇത് നമ്മുടെ നിലവിലുള്ള മന്ത്രി അതായത് ഗണേഷ് കുമാറിനെയാണ് പറയുന്നത്. ഗണേഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റി ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ഷെറിന് ഇത്രയും അധികം പരിഗണന കിട്ടിയത്. ഷെറിനെ ഇപ്പം പുറത്തിറക്കിയതും ഗണേഷ് കുമാറാണെന്ന് പറയുന്നു. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇത്തരം കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ കോൺഗ്രസ്സുകാരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഏറ്റവും അധികം ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞ ഗണേഷ് കുമാർ കോൺഗ്രസിലായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞൊരു പാർട്ടി അല്ല ഷെറിനെ സഹായിച്ചിട്ടുള്ളത്. അന്ന് കോൺഗ്രസിലിരുന്ന ഗണേഷ് കുമാർ ഇന്ന് കമ്മ്യൂണിസ്റ്റിലിരിക്കുന്നു.
സോ ഷെറിനെ സഹായിക്കാൻ രാഷ്ട്രീയ ജാതി മത ഉദ്യോഗസ്ഥ ഭേദമന്യേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം പോക്കൃതനങ്ങൾ കാണിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനെയാണെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പരമനാറികളെ നിയമ നടപടിക്ക് വിധേയരാക്കുക, അവരെ ഡിസ്മിസ് ചെയ്ത് കളയാം. ജോലിക്ക് ഇരിക്കാൻ അവനൊന്നും യോഗ്യതയില്ല, ഡിസ്മിസ് ചെയ്ത് കളയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ക്രിമിനലുകൾ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് വലിയ ഒരു പ്രചോദനം തന്നെയാവും. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.